ഇന്നത്തെ റോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് വുമൻസ് വേൾഡ് ചാമ്പ്യൻ ലിവ് മോർഗൻ ആൻഡ് റെക്കൽ റോഡ്രിഗൻസ് ഇവരുടെ സെഗ്മെന്റ് ആണ് നടന്നത്. അപ്പോൾ ഈ സെഗ്മെന്റിൽ ഇവര് സർവൈവൽ സീരീസ് വാർ ഗെയിം മാച്ചിനെ പറ്റിയും ആ മാച്ചിൽ മത്സരിക്കാൻ പോകുന്ന ഇവരുടെ ടീമിനെ പറ്റിയൊക്കെയാണ് സംസാരിച്ചത്. അതായത് വുമൻസ് ചാമ്പ്യൻ നയ ജാക്സ്, ടിഫനി സ്റ്റാറ്റൻ, കാൻഡിസ് ലോറെ ഇവരെല്ലാം ആ ടീമിൽ ഉള്ളതായിട്ട് പിന്നീട് ഇവരെല്ലാം അവിടെ വന്നുകൊണ്ട് ഈ സെഗ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോയി. അവസാനത്തിൽ ടാഗ് ടീം ചാമ്പ്യൻസായ ബിയാങ്ക ബെലർ ആൻഡ് ജെറ്റ് കാർഗിൽ അതുപോലെ തന്നെ നയോമി ഇവർ 3 പേരും അവിടെ വന്നുകൊണ്ട് ഞങ്ങളുടെ ടീമിൽ മറ്റൊരാളായിട്ട് വരാൻ പോകുന്നത് റോ ബ്രാൻഡിലുള്ള ഇയോ സ്കൈ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇയോ സ്കൈനെയും വിളിച്ച് റിങ്ങിലേക്ക് പോകും. ആ സമയത്ത് ലിവ് മോർഗൻ ടീം ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സർവൈവർ സീരീസ് എന്താണെന്ന് അറിയാമോ, അല്ലെങ്കിൽ സർവൈവൽ സീരീസ് മാച്ചിനെ പറ്റി അറിയാമോ? ആ മാച്ചിൽ മത്സരിക്കണമെങ്കിൽ ഒരു ടീമിൽ 5 പേര് വേണം. ഞങ്ങളുടെ ടീമിൽ ഇപ്പോൾ 5 പേരുണ്ട്, എന്നാൽ നിങ്ങളുടെ ടീമിൽ 4 പേരേ ഉള്ളൂ. അതുകൊണ്ട് 5ാമതാൾ വന്നാൽ മാത്രമേ വാർ ഗെയിം മാച്ച് നടക്കൂ എന്നൊക്കെയാണ്. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അടുത്ത സെക്കൻഡിൽ തന്നെ റിയ റിപ്ലിയുടെ തീം മ്യൂസിക് പ്ലേ ആയി റിയ റിപ്ലി അവിടെ വരുന്നതായിട്ടും റിയ റിപ്ലി വന്നതിന് ശേഷം വാർ ഗെയിം എന്നൊക്കെ പറഞ്ഞ് ലിവ് മോർഗൻ ഉൾപ്പെടെ എല്ലാം അറ്റാക്ക് ചെയ്തുകൊണ്ട് റിയ റിപ്ലി ടീമാണ് മൊത്തത്തിൽ ലീഡ് ചെയ്തത്. അതായത് യുഎസ്കൈ ഉൾപ്പെടെ എല്ലാവരും ചേർന്നുകൊണ്ട് ലിവ് മോർഗൻ നയാജാക്സ് ടീമിനെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്തു. അപ്പോൾ ഇവരുടെ സർവൈവൽ സീരീസ് വാർ ഗെയിം മാച്ചാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. പിന്നെ റിയ റിപ്ലിക്ക് ഇഞ്ചുറി സംഭവിച്ചതുകൊണ്ട് ഒരു ഫേസ് മാസ്ക് എല്ലാം വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഇതേ ഫേസ് മാസ്ക് മുൻപ് റെയ് മിസ്റ്റീരിയോയുമായിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റോറിയിൽ കോഡി റോഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട് വർഷങ്ങൾക്ക് മുൻപ്. അപ്പോൾ ഈ സെഗ്മെന്റും റിയ റിപ്ലിയുടെ റിട്ടേണും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം നിറയെ സ്പോയിലറായിട്ട് വന്നതുകൊണ്ട് ആ സ്പോയിലർ കണ്ടവരുടെ അവസ്ഥ എനിക്കറിയില്ല. എനിക്കിത് നന്നായിട്ടാണ് തോന്നിയത്. അതിനുശേഷം മിക്സഡ് ടാഗ് ടീം മാച്ച് റെയ് മിസ്റ്റീരിയോ ആൻഡ് സെലീന വെഗ വേഴ്സസ് ജെറ്റ് ഗേബിൾ ആൻഡ് ഐവിൻ നെയിൽ ഇവർക്കാണ് ഈ ടാഗ് ടീം മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ച് മൊത്തത്തിൽ നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. 2 ടീമിൻ്റെയും പെർഫോമൻസ് ഈ മാച്ചിൽ നന്നായിട്ടുണ്ടായിരുന്നു. മിക്സഡ് മാച്ച് ആയതുകൊണ്ട് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. മാച്ചിൻ്റെ അവസാനത്തിൽ റെയ് മിസ്റ്റീരിയോ ജെറ്റ് കേബിളിന് 619ഉം അതിനോടൊപ്പം ഫിനിഷറും കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ റെയ് മിസ്റ്റീരിയോ ടീമാണ് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷം അവർ സെലിബ്രേറ്റ് ചെയ്ത് അവിടെ നിന്നും പോകും. പിന്നീട് ഗ്രേറ്റ് ബ്രദേഴ്സ് റിങ്ങിൽ വരുമ്പോൾ ഗ്രേറ്റ് ബ്രദേഴ്സിനെ ജെറ്റ് കേബിൾ അറ്റാക്ക് ചെയ്യുന്നത് പോലെയെല്ലാം കാണിച്ചുകൊണ്ട് ഇവർ ബ്രേക്കപ്പ് ആകും എന്ന ലെവലിലൊക്കെ പോയി. എങ്കിലും വീണ്ടും ഇവരൊന്നിച്ചുകൊണ്ട് അമേരിക്കൻ മേഡ് ടീമുമായി മുന്നോട്ട് പോയി. പിന്നീട് ബാക്ക് സ്റ്റേജിൽ ജഡ്ജ്മെന്റ് ടീമിലെ ഫിൻ ബാലർ സംസാരിക്കുന്നതായിട്ട് കാണിച്ചു. അതായത് ഫിൻ ബാലർ പറയുന്നത് സർവൈവൽ സീരീസ് വാർ ഗെയിം മാച്ച് ലിവ് മോർഗൻ ടീം നന്നായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ്. അതായത് അവരുടെ ടീമിലുള്ള ബിയാങ്ക ബെലർ, ജെറ്റ് കാർഗിൽ എല്ലാവരും വളരെയധികം പവർ ആയിട്ടുള്ള റെസ്ലേഴ്സ് ആണ്. അതുകൊണ്ട് വാർ ഗെയിം മാച്ച് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണമെന്ന്. അതുപോലെ ഡൊമിനിക് മിസ്റ്റീരിയോ, കാർലിറ്റോ ഇവർക്ക് നടക്കാൻ പോകുന്ന മാച്ചിനെ പറ്റിയും പറയുന്നുണ്ട്. അതായത് ഡൊമിനിക് സിംഗിൾ റെസ്ലറായി വിൻ ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർക്ക് തമ്മിൽ ഒരു റോ എപ്പിസോഡിൽ സ്പാർക്കെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതും പറഞ്ഞിട്ടുള്ളത്. അതായത് ഇന്ന് നടക്കുന്ന മാച്ചെങ്കിലും കറക്റ്റായിട്ട് വിൻ ചെയ്ത് വരാനായിട്ടെല്ലാം ഫിൻ ബാലർ പറയുന്നുണ്ട്. അതിനുശേഷം മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ ലുഡ്വിഗ് കൈസറും വേൾഡ് ചാമ്പ്യൻ ഗുന്തറും സംസാരിക്കുന്നതായിട്ട് കാണിച്ചു. അപ്പോൾ ഗുന്തർ പറയുന്നത്, നീ എൻ്റെ കാര്യങ്ങളിൽ ഇടപെടേണ്ട, അതായത് നീ എൻ്റെ കാര്യങ്ങളിൽ ഇടപെടാതെ നീ നിനക്കായിട്ടുള്ള ഒരു വഴി കണ്ടെത്തണം. അതായത് നിനക്കൊരു ചാമ്പ്യൻഷിപ്പ് ലെവലിലൊക്കെ പോകാൻ സാധിക്കും. എൻ്റെ പുറകെ എപ്പോഴും ഇങ്ങനെ നടക്കേണ്ട, ഈ ഒരു ടൈപ്പിലെല്ലാം പറഞ്ഞുകൊണ്ട് ഗുന്തർ നൈസായിട്ട് ഒഴിവാക്കുന്നുണ്ട്. അതായത് ഡാവിൻ പ്രീസ്റ്റുമായിട്ടുള്ള സെഗ്മെന്റിൽ ലുഡ്വിഗ് കൈസർ ഇടപെട്ടതുകൊണ്ടാണ് ഇത്തരത്തിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഗുന്തർ പറഞ്ഞ കാര്യവും ശരിയാണ്. അതായത് ലുഡ്വിഗ് കൈസർ അവന്റെ വഴി നോക്കി പോകുന്നതാണ് ഇപ്പോൾ നല്ലത്. പിന്നീട് ലുഡ്വിഗ് കൈസറിനെ അവിടെ നിന്നും പറഞ്ഞു വിട്ടതിന് ശേഷം ഡാവിൻ പ്രീസ്റ്റ് അതേസമയം ഫാൻസിനൊക്കെ വേണ്ടിയാണെന്ന് തോന്നുന്നു അവിടെ ഇരുന്ന് സൈൻ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഗുന്തർ ചെന്നുകൊണ്ട് സബ്മിഷൻ ലോക്ക് ഉപയോഗിക്കാൻ നോക്കും. പക്ഷെ ഡാവിൻ പ്രീസ്റ്റ് തിരികെ അറ്റാക്ക് ചെയ്ത് ഗുന്തറിനെ ഒരു സ്റ്റീൽ പൈപ്പ് വെച്ച് അറ്റാക്ക് ചെയ്തു. അപ്പോൾ ഇവരുടെ ചാമ്പ്യൻഷിപ്പ് പ്ലാൻ നന്നായിട്ടാണ് കൊണ്ടുപോയത് മെയിൻ ഷോയിൽ, അതായത് ബാക്ക് സ്റ്റേജിൽ കാണിച്ചുവെങ്കിലും. അതിനുശേഷം ഇന്നത്തെ റോ എപ്പിസോഡിൽ ഒരു ബെസ്റ്റ് മാച്ച് നടന്നു. അതും ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മാച്ച്. IC ചാമ്പ്യനായ ബ്രോൺ ബ്രേക്കർ വേഴ്സസ് ഷെയ്മസ് ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ 2 പേരും നല്ല പെർഫോമൻസ് ആണ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഷെയ്മസിന്റെ പെർഫോമൻസ് എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. മാച്ചിന്റെ പകുതിക്ക് വെച്ച് ബ്രോൺ ബ്രേക്കർ റിങ്ങിന് പുറത്ത് കൊണ്ടുപോയി കമന്ററി ടേബിളിന്റെ മുകളിലേക്കെല്ലാം ഷെയ്മസിനെ അറ്റാക്ക് ചെയ്തു. പിന്നീട് മാച്ചിന്റെ അവസാനത്തോട് കൂടിയിട്ട് ഷെയ്മസ് അതെല്ലാം തിരിച്ചു കൊടുത്ത് മാച്ച് വിൻ ചെയ്യാൻ നോക്കിയ സമയത്ത് ബ്രോൺ ബ്രേക്കർ ഷെയ്മസിനെ സ്പിയർ ചെയ്ത് റിങ്ങിന് പുറത്തേക്ക് ഇട്ട് മറ്റൊരു സ്പിയർ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു. എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ ലുഡ്വിഗ് കൈസർ വന്നുകൊണ്ട് ബ്രോൺ ബ്രേക്കറെ അറ്റാക്ക് ചെയ്തു. ശേഷം ഷെയ്മസിനെയും അറ്റാക്ക് ചെയ്ത്
മുൻപത്തെ സെഗ്മെന്റിൽ ഗുന്തർ പറഞ്ഞ കാര്യം, അതായത് ഗുന്തർ പറഞ്ഞ പ്ലാനുമായി മുന്നോട്ട് പോയി, അതായത് സ്വന്തം കാര്യം നോക്കി നടക്കുന്നത് പോലെ. അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്ത് ഇവർക്കൊരു ട്രിപ്പിൾ ത്രെഡ് മാച്ച് സർവൈവർ സീരീസിൽ വെച്ചാൽ പൊളിച്ചെടുക്കും. എന്തായാലും ഇന്നത്തെ മാച്ച് വളരെയധികം ഇഷ്ടപ്പെട്ടു. മാച്ച് ക്ലീൻ ആയില്ല എങ്കിലും അതിനുശേഷം ബാക്ക് സ്റ്റേജിൽ സെത്ത് റോളൻസ് മാച്ചിന് റെഡിയാകുമ്പോൾ സാമി സെയിൻ ആൻഡ് ഉസോസ് അവിടെ നിന്ന് സെത്ത് റോളൻസുമായി സംസാരിച്ചു. അതായത് ഇവർ പറയുന്നത് സർവൈവർ സീരീസിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സെത്ത് റോളൻസ് ഒരു മാച്ച് കംപ്ലീറ്റ് ചെയ്ത് തരണമെന്നാണ്. അതായത് സെത്ത് റോളൻസിന്റെ ശത്രുവായിട്ടുള്ള ബ്രോൺസൺ റീഡ് സോളോ സിക്കാവയുടെ ടീമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് സെത്ത് റോളൻസും വരണം എന്നൊക്കെ. അതിനുശേഷം സെത്ത് റോളൻസ് പറയുന്നത് സാമി സെയിൻ, ജിമ്മി ഉസോ, ജയ് ഉസോ നിങ്ങളുടെ കൂടെ ടാഗ് ടീമായിട്ട് വർക്ക് ചെയ്യാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, അതിന് വേണമെങ്കിൽ ഞാൻ വരാം. പക്ഷേ റോമൻ റൈൻസിന്റെ കൂടെ ടീമാവാൻ മാത്രം എനിക്ക് സാധിക്കില്ല, അവൻ അതുപോലെയാണ് എന്നോട് ചെയ്തത്, അതുകൊണ്ട് ആ ഒരു മാച്ചിനൊന്നും ഞാൻ വരില്ല എന്നൊക്കെയാണ് സെത്ത് റോളൻസ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇവർക്കൊരു വാണിംഗ് കൊടുക്കുന്നുണ്ട്. അതായത് റോമന്റെ കയ്യിലേക്ക് തിരിച്ച് പവർ പോയി കഴിഞ്ഞാൽ അവൻ നിങ്ങളെ എന്തൊക്കെ ചെയ്യുമെന്നറിയാമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വാണിംഗ് പോലെയും കൊടുത്തുകൊണ്ട് സെത്ത് റോളൻസ് ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ചു. അപ്പോൾ എന്തൊക്കെ ചെയ്താലും സെത്ത് റോളൻസ് ആ ടീമിൽ വരില്ല എന്നാണ് ഈ ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. അതിനുശേഷം വാർ റൈഡേഴ്സ് വേഴ്സസ് ജഡ്ജ്മെന്റ് ഡേ ഇവർക്ക് തമ്മിൽ ടാഗ് ടീം മാച്ച് നടന്നു. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത്. മാച്ചിന്റെ അവസാനത്തിൽ കാർലിറ്റോയെ ഫിനിഷിംഗ് മൂവ് ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ വാർ റൈഡേഴ്സ് ആണ് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷം ഫിൻ ബാലർ ആൻഡ് JD മെക്കാനിക്ക് വന്നുകൊണ്ട് വാർ റൈഡേഴ്സിനെ എല്ലാം അറ്റാക്ക് ചെയ്തു. ശേഷം ഫിൻ ബാലർ ഫിനിഷിംഗ് മൂവ് എല്ലാം കൊടുത്ത് ഇവരുടെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന്റെ പ്ലാനുമായിട്ട് മുന്നോട്ട് പോയി. പിന്നീട് YS6 ടീം മിസ്സിന് ഒരു മെസ്സേജ് കൊടുത്തു. അതായത് മിസ് കൂടെ നിന്നുകൊണ്ട് അവരെ ചതിച്ചതുകൊണ്ട് മിസ്സിനെ ഇനി അവർ എന്തൊക്കെ ചെയ്യുമെന്ന് അവർക്ക് പറയാൻ സാധിക്കില്ല, അല്ലെങ്കിൽ മിസ്സിന്റെ പ്രധാനപ്പെട്ടതെല്ലാം അവർ എടുക്കും എന്ന ലെവലിലൊക്കെയാണ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. എന്തായാലും മിസ്സിന് ഒരു 8ന്റെ പണി ഇവരുടെ കയ്യിൽ നിന്നും ഉണ്ട്. പിന്നീട് ന്യൂ ഡേ ടീമിന്റെ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് കാണിച്ചു. സത്യം പറഞ്ഞാൽ ഇവരുടെ സെഗ്മെന്റ് ഇപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലാതെയായി. കുറെ നാളായിട്ടുണ്ട് ബ്രേക്കപ്പ് ആകും ഇല്ലെങ്കിൽ ബ്രേക്കപ്പ് ആവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത് തന്നെയാണ് ഈ സെഗ്മെന്റിലും ഉദ്ദേശിച്ചത്. പിന്നീട് ഇവർ ആൽഫ അക്കാഡമി ടീമുമായിട്ട് ഒരു മാച്ച് നെക്സ്റ്റ് വീക്ക് വരുന്നത് പോലെയും കാണിച്ചിട്ടുണ്ട്. ശേഷം റോ എപ്പിസോഡ് മെയിൻ ഇവന്റായി നടന്നത് ക്രൗൺ ജുവലിൽ നടന്ന മാച്ചിന്റെ റീമാച്ചാണ്. സെത്ത് റോളൻസ് വേഴ്സസ് ബ്രോൺസൺ റീഡ്. ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുൻപായിട്ട് ജേക്കബ് ഫോർട്ടു ടീമെല്ലാം അവിടെ വന്നുകൊണ്ട് സെത്ത് റോളൻസിനെ ഡിസ്റ്റർബ് ചെയ്യാൻ നോക്കിയിരുന്നു. എന്നാൽ ആ സമയത്ത് ഉസോസും സാമി സെയിനും വന്ന് ഇവരെ അറ്റാക്ക് ചെയ്ത് നിറയെ സൂപ്പർ കിക്കും സാമി സെയിൻ്റെ ഹെലുവ കിക്കെല്ലാം ചെയ്ത് അവരെ ബാക്ക് സ്റ്റേജിലോട്ട് അല്ലെങ്കിൽ റിങ്ങിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതായിട്ട് കാണിച്ചു. പിന്നീടാണ് മാച്ച് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ മാച്ച് നല്ല അടിപൊളി മാച്ചായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. മാച്ചിൻ്റെ പകുതിക്ക് വെച്ച് സെത്ത് റോളൻസ് സ്റ്റെപ്പിൻ്റെ മുകളിലെല്ലാം വെച്ച് ബ്രോൺസൺ റീഡിനെ അറ്റാക്ക് ചെയ്ത് ക്ലോസ് ജമ്പ് ചെയ്യാൻ നോക്കിയപ്പോൾ ബ്രോൺസൺ റീഡ് അത് മാറി. മാച്ചിൻ്റെ അവസാനത്തിൽ സെത്ത് റോളൻസ് ഒരു അവസരം കിട്ടുമ്പോൾ ബ്രോൺസൺ റീഡിനെ ക്ലോസ് ജമ്പ് ചെയ്ത് പിന്നീട് സൂപ്പർ ക്ലോസ് ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രൗൺ ജുവലിൽ ചെയ്തതുപോലെ റോപ്പിൻ്റെ മുകളിൽ കയറി സൂപ്പർ ക്ലോസ് ജമ്പ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് സോളോ സിക്കാവ കമന്ററി ടേബിളിൻ്റെ മുകളിൽ കയറി നിന്ന് സെത്ത് റോളൻസിൻ്റെ ശ്രദ്ധ തെറ്റിക്കും. ആ സമയത്ത് ബ്രോൺസൺ റീഡ് അങ്ങനെ തന്നെ സെത്ത് റോളൻസിനെ എടുത്ത് അടിച്ച് പിന്നീട് സുനാമി ഫിനിഷറും കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ ബ്രോൺസൺ റീഡാണ് വിൻ ചെയ്തത്. അതിനുശേഷം സോളോ സിക്കാവ ബ്രോൺസൺ റീഡ് സെലിബ്രേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ റോ എപ്പിസോഡ് എൻഡ് കാർഡ് കാണിച്ച് അവസാനിപ്പിച്ചു. അപ്പോൾ ഇതാണ് റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻ്റായി നടന്നത്. അപ്പോൾ ഈ മെയിൻ ഇവൻ്റൊക്കെ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. പക്ഷെ നിറയെ സ്പോയിലർ ആയതുകൊണ്ട് എത്രമാത്രം ഇൻട്രസ്റ്റ് വന്നു എന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ സ്പോയിലർ ആവാതെ കറക്റ്റ് ലൈവായിട്ട് നടക്കായിരുന്നുവെങ്കിൽ അടിപൊളി സംഭവമായിരുന്നു ഇത്. എന്തായാലും സെത്തിന് ഇനി വേറെ വഴിയൊന്നുമില്ല, നോക്കാം സെത്ത് അവരുടെ ടീമിലേക്ക് പോകുമോ എന്ന്. പിന്നെ ഇന്നത്തെ റോ എപ്പിസോഡ് മൊത്തത്തിൽ നല്ല ഷോ ആയിട്ടാണ് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ ഉസോസ് വന്ന് സെറ്റിനെ സേവ് ചെയ്ത സെഗ്മെൻറ്റ് എവിടെയെന്ന് ചോദിച്ചാൽ അത് ഓഫ് എയറിലാണ് അന്ന് നടന്നത്.